പ്രൈസ് ദി ലോർഡ്. വിതയ്ക്കുന്നവൻ്റെ ഉപമ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ കേൾക്കാൻ വളരെ ഇമ്പമായിരുന്നു. നമ്മൾ വായിക്കുന്നവർക്കും വളരെ നിസ്സാരമായി ലളിതമായിട്ട് അത് തോന്നിയേക്കാം. എന്നാൽ ശിഷ്യന്മാർക്ക് വ്യക്തമായി ആ വിതയ്ക്കുന്നവൻ്റെ ഉപമയുടെ അർത്ഥം അവരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് പതിയാതെ വന്നു. അതിലെന്തോ മർമ്മങ്ങൾ ഉള്ളതുപോലെ തോന്നി. അത് മനസ്സിലാക്കി തരുവാൻ കർത്താവിനോട് വീണ്ടും അവർ ഒന്നായി ചേർന്ന് അപേക്ഷിച്ചു. ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമ്മുടെ മുൻപിൽ വീണ്ടും വെച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു വിതയ്ക്കുന്നവൻ്റെ ഉപമ പറഞ്ഞപ്പോൾ ആ കണക്കുകൾ പൊരുത്തപ്പെടാത്ത വിഷയം ഇതാണ് ശിഷ്യന്മാരെ കുഴച്ചത്. എന്തോ കർത്താവ് പറയുന്ന കണക്ക് ഒന്നൊന്നിനോട് യോജിക്കാത്ത ഒരു പൊരുത്തക്കേട്. ആ പൊരുത്തക്കേട് അവരുടെ ഹൃദയത്തിൽ ചിന്താകുലരാക്കി. ആ പൊരുത്തക്കേട് അവരെ അസ്വസ്ഥരാക്കി. ആ പൊരുത്തക്കേട് അവരെ അത് വീണ്ടും അറിയുവാനുള്ള ഒരു വലിയൊരു മനോഭാവം അവരിൽ സൃഷ്ടിച്ചു. അത് അറിഞ്ഞേ കഴിയൂ എന്ന് അവർക്കൊരു വാശിയുണ്ടായി. വിതയ്ക്കുന്നവന്റെ ഉപമയിൽ നിന്ന് നല്ല മണ്ണിൽ വീണ വിത്തിനെ കുറിച്ചാണ് ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത്. നോക്കൂ, ആ വിത്തിനെക്കുറിച്ചും ആ മണ്ണിനെക്കുറിച്ചും മത്തായി അപ്പോസ്തലൻ കണ്ടത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ താൻ രേഖപ്പെടുത്തുകയാണ്. വിത്തുകളിൽ ചിലത് നല്ല മണ്ണിൽ വീണു, ഇല്ലെങ്കിൽ നല്ല നിലത്ത് വീണു. വീണ്ടും തന്നെ എഴുതുകയാണ്, അത് മുളച്ചു, അത് ഫലം കൊടുത്തു, 100 മേനി ഫലം കൊണ്ടുവന്നു. ഉടനെ തീർന്നില്ല, കർത്താവ് വീണ്ടും അതിനെ തുടരുകയാണ്. 100 മേനി, 60 മേനി, 30 മേനി എന്ന് പറഞ്ഞാൽ 100%, 60%, 30%. നല്ല വിത്ത് നല്ല മണ്ണിൽ വിളയിക്കുന്നതിൻ്റെ അളവുകളെ കുറിച്ചാണ്, അതിൻ്റെ ഫലത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞ ഏറ്റക്കുറച്ചിൽ. ആദ്യം അത് 100% വിളവ് കൊടുത്തെങ്കിലും പിന്നീട് ചിലത് 60% വിളവേ കൊടുത്തുള്ളൂ. പിന്നീട് അത് 30-ലേക്ക് താണു. എന്നാൽ മർക്കോസ് എന്ന് പറയുന്ന സുവിശേഷകൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ താൻ അതിൽ നിന്ന് ഗ്രഹിച്ചത് വേറൊരു രീതിയിലാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്: വിത്തുകളിൽ ചിലത് നല്ല നിലത്ത് വീണു, മുളച്ചു, അത് 30 മേനി ആദ്യം വിളഞ്ഞു. അതിനുശേഷം അതിൻ്റെ അടുത്ത പടി 60 മേനി വിളഞ്ഞു. അതിനുശേഷം അത് 100 മേനി വിളഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊടുക്കുന്നതായ വിളവുകൾക്ക് ഒരു സാവധാനമായ വളർച്ച. മത്തായിയുടെ സുവിശേഷത്തിൽ നല്ല നിലത്ത് വീണ വിത്തുകൾ ആദ്യം അത് 100% വിളവ് കൊടുത്തെങ്കിലും പിന്നീട് അതിൻ്റെ ശതമാനം കുറഞ്ഞു വന്നു. അത് 30-ൽ നിന്നു. നല്ല നിലമാണ്, നല്ല വിത്താണ്, മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എല്ലാ വളക്കൂറുകളും അവിടെ ഉണ്ടെങ്കിലും വിളകളുടെ ശതമാനത്തിൽ ഉള്ളതായ ഏറ്റക്കുറച്ചിൽ. ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, നല്ല മണ്ണിലുള്ളതോ വചനം കേട്ടു ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചു ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. അത് എത്രയാണെന്നറിയാമോ? 100% വിളവ് സ്റ്റേബിളാണ്, മാറ്റമില്ല, തുടക്കം മുതൽ അങ്ങനെ തന്നെ പോകുന്നു. അതിനൊരു കാരണമുണ്ട്. ഹോണസ്റ്റ് ഹാർട്ട്, സത്യസന്ധതയുള്ളതായ ഒരു ഹൃദയം. അതിനുശേഷം ഗുഡ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഏതിനെയും നല്ല കാര്യങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന സ്വഭാവമുള്ള മണ്ണ്. അതിനുശേഷം കീപ്പിംഗ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ സംഗ്രഹിച്ചു വയ്ക്കുക. 4-ാമത്തെ വിഷയം ബ്രിങ് ഫോർത്ത് വിത്ത് പേഷ്യൻറ്റ്, ക്ഷമയോടെ ഫലത്തെ കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. നാം കേട്ടതായ 3 സുവിശേഷത്തിലെയും നല്ല മണ്ണ് അല്ലെങ്കിൽ നല്ല നിലത്തിൻ്റെ വിശേഷതകളെക്കുറിച്ചാണ് നാം കേട്ടത്. മത്തായി വിവരിക്കുന്നതായ നല്ല നിലം പെട്ടെന്ന് മുളയ്ക്കുന്നു, 100%. ആദ്യം
എല്ലാ ശക്തിയും ഉപയോഗിച്ചത് വിളവ് കൊടുക്കുന്നു. എന്നാൽ അടുത്ത പടി അവരിൽ വിത്തിൻ്റെ ശതമാനം ക്ഷീണിച്ചു വരുന്നു. അതിന് എന്തൊക്കെയോ ചിന്താകുലം. ഇതാണ് ശിഷ്യന്മാരെ കുഴയ്ക്കുന്ന പ്രശ്നം. കർത്താവ് പറഞ്ഞ കണക്കിലെല്ലാം വ്യത്യാസമാണല്ലോ. എല്ലാം 100% കർത്താവ് പറയുന്നില്ലല്ലോ. ഒരിടത്ത് മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ. ആ പറയുന്നിടത്തെ ആ മണ്ണിൻ്റെ വിശേഷതകളെക്കുറിച്ച് ഒരു വലിയ ജ്ഞാനം ലൂക്കോസ് വിവരിച്ചെഴുതുകയാണ്. എന്നാൽ ഈ ചാഞ്ചാട്ടമുള്ള മണ്ണിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മണ്ണുണ്ട്, അങ്ങനെയുള്ള നിലത്ത് വീഴുന്നതായ വിത്തുകളുമുണ്ട് എന്ന് ലൂക്കോസ് വിവരിച്ചു പറയുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം തിരുവചനത്തെ കേൾക്കുമ്പോൾ, വിതയ്ക്കുന്നവൻ്റെ ഉപമ കേൾക്കുമ്പോൾ, വഴിയരികിൽ വീണതും മുള്ളിനിടയിൽ വീണതും പാറസ്ഥലത്ത് വീണതുമായ വിത്തുകളെക്കുറിച്ച് കേൾക്കുന്നു. നല്ല നിലത്ത് വീണതായ വിത്തുകളെക്കുറിച്ചും കേൾക്കുന്നു. ആ നല്ല നിലത്ത് വീണ വിത്തുകളെക്കുറിച്ച് നാം ധാരാളം പ്രശംസിക്കുന്നു, നാം ധാരാളം പാടുന്നു, പ്രസംഗിക്കുന്നു, ധാരാളം കാര്യങ്ങൾ നാം അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നു. എന്നാൽ നോക്കൂ, സുവിശേഷങ്ങളിലേക്ക്, തിരുവചനങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധയോടെ കൊണ്ടുവരൂ. ചില ഫലങ്ങൾ ആദ്യം മുഴുഫലവും 100% കൊടുക്കുന്നുണ്ടെങ്കിലും കാലപ്പഴക്കത്തിൽ അത് 60-ലേക്കും 30-ലേക്കും പിന്തള്ളപ്പെടുന്നു. ഫലം കൊടുക്കുന്നുണ്ട്, നല്ല മണ്ണാണ്, നല്ല വിത്തുമാണ്, വിതയ്ക്കുന്നവൻ സമയത്ത് തന്നെ അത് വിതയ്ക്കപ്പെടുന്നു. അത് സ്വീകാര്യമോ അസ്വീകാര്യമോ എന്നുള്ളതല്ല. നല്ല നിലത്ത് എങ്ങനെയോ അത് വീണു, അങ്ങ് മുളച്ചു, അങ്ങ് വളരുന്നു, അത് ഫലം കൊടുക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റ് വിശേഷതകളൊന്നും അവിടെ എടുത്തു പറയുവാനില്ല. എന്നാൽ വേറെ ചിലയിടത്ത് അത് വീണു, പെട്ടെന്ന് മുളച്ചു, അത് 100% കൊടുത്തു, വളവ് കൊടുത്തു എങ്കിലും പിന്നീടുള്ളതായ കാലയളവിൽ അതിന് ക്ഷീണം സംഭവിക്കുന്നു. വേറെ ചിലതാകട്ടെ സംഭവിച്ച ക്ഷീണത്തിൽ നിന്ന് അടുത്ത പ്രാവശ്യം അതിൻ്റെ ഇരട്ടിയാക്കണം എന്നുള്ളതായ ഒരു ചിന്ത ആ നിലത്തിനുണ്ടാകുന്നു. ആ നിലത്തിനൊരു ചിന്ത, കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് 30% മാത്രമേ വിളവ് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ, എന്നാൽ അടുത്ത വിളവിൽ, അടുത്ത വിതയിൽ എൻ്റെ നിലത്തിൽ വീഴുന്നതായ, ഈ നിലത്ത് വീഴുന്നതായ വിത്തുകൾക്ക് ഇതിൻ്റെ ഇരട്ടി ഫലം കൊടുക്കണം എന്നുള്ളതായ ഒരു ആഗ്രഹം ആ നിലത്തിനുണ്ടാകുന്നു. അങ്ങനെ ആ നിലം 60% കൊടുത്തു. അതിനുശേഷം മൂന്നാമത്തെ പടിയായി വന്നപ്പോൾ നിലത്തിന് തന്നെ ഒരു അപമാനം പോലെ, ഇല്ല പോരാ, യജമാനന് പൂർണ്ണമായി ഫലം കൊടുക്കുന്ന ഒരു അനുഭവം എന്നിൽ നിന്നുണ്ടാകണം. അവനിൽ ചിന്താകുലം, അവനിൽ പശ്ചാത്താപങ്ങൾ, അവൻ്റെ കഴിവുകേടുകളെക്കുറിച്ച് അവൻ ദൈവത്തോട് ഏറ്റുപറയുന്നു. കർത്താവേ, എന്നിൽ വീണതായ വിത്തുകൾക്ക് ഒരു പൂർണ്ണമായ അളവിൽ എനിക്ക് ഫലം കൊടുക്കുവാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല. ആ ക്ഷമാപണം, ആ പശ്ചാത്താപം, ആ മാനസാന്തരം അവൻ്റെ ജീവിതത്തിൽ അടുത്ത വിളവ് 100% വിളവ് കൊടുക്കത്തക്ക ഒരു നല്ല നിലമാക്കി അതിനെ രൂപാന്തരപ്പെടുത്തി. എന്നാൽ ചില നിലങ്ങൾ ആദ്യമൊക്കെ നല്ല ഫലങ്ങൾ കായ്ക്കുമെങ്കിലും പിന്നീട് ആ നിലത്തിന് ഉദാസീനതയോട് ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനുള്ള ഒരു മനോഭാവം അവരുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്നതിനാൽ അവർ കൊടുത്തതായ ഫലത്തിൽ വ്യത്യാസം, 100 കൊടുത്തെടുത്ത് 60, 30 എന്നിങ്ങനെ തരം താണു പോയി. എന്നാൽ വേറൊരു തലത്തെ ലൂക്കോസ് എടുത്തു കാണിച്ചത് നല്ല കാര്യങ്ങളെ സ്വീകരിക്കുവാനുള്ള നല്ല മനസ്സ്, ഏതൊരു മനുഷ്യനെയും സ്വീകരിക്കുന്നതായ ഒരു മനസ്ഥിതി, ആരോടും വിരോധമില്ലാത്ത ഒരു മനോഭാവം, ഗുഡ് ഹാർട്ട്, നല്ല ഹൃദയം, കുറ്റമറ്റ മനസാക്ഷി, ആരോടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും മറച്ചു വയ്ക്കാത്തവർ, അവരുടെ ജീവിതത്തിൽ എല്ലാം നഗ്നതും മലർന്നതുമായി കിടക്കുന്നു. അതിനുശേഷം അതിനെക്കുറിച്ച് പറയുന്നത് ഹോണസ്റ്റ്, വിശ്വസ്തതയുള്ള, സത്യസന്ധതയുള്ള ഒരു ഹൃദയം. അവരിൽ മറവുകളും രഹസ്യങ്ങളും മർമ്മങ്ങളും ഒന്നുമില്ല. എന്ത് ദൈവം കൊടുത്തോ, എന്തെല്ലാം കഴിവുകളാണ് ആ മണ്ണിന്, ആ നിലത്തിന് ദൈവം കൊടുത്തത്, ആ മണ്ണിനോട്, അതിൽ വീഴുന്ന വിത്തിനോട് ഒരു വിശ്വസ്തത പാലിക്കുക. ദൈവത്തിൻ്റെ വചനത്തോട് കാണിക്കുന്നതായ വിശ്വസ്തത. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തതയും സ്വീകാര്യതയും നല്ല മനസാക്ഷിയും പ്രാപിച്ചെങ്കിൽ മാത്രമേ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ 100% ഫലം തരികയുള്ളൂ. ഇനിയും ഒരു കൃഷിയിൽ 100% നമ്മളിൽ ഫലം തന്നാൽ ആ ഫലം എപ്പോഴും നിലനിൽക്കണം, സ്റ്റേബിൾ ആയിട്ടുള്ളതായ, അല്ലെങ്കിൽ
ഉയർച്ചയും താഴ്ചയുമില്ലാത്ത, ചാഞ്ചാട്ടമില്ലാത്ത ഒരു ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിനുണ്ടായിരിക്കണം. നല്ല ഹൃദയം ഏതൊരുവനെയും, ഏത് വിശ്വാസത്തെയും, ഏത് വ്യക്തികളെയും, ഏത് സ്വഭാവമുള്ളവരെയും അവരെ സ്വീകരിക്കുന്ന, ദൈവനാമത്തിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നതായ ഒരു ഗുഡ് ഹാർട്ട്, ഹോണസ്റ്റ്, വിശ്വസ്തത, സത്യസന്ധത, ആരോടും സത്യമായിട്ടും അല്ലെങ്കിൽ സത്യവിശ്വസ്തയോടും കൂടെ ഇടപെടുന്നതായ ഒരു മനോഭാവം. അതിനുശേഷം കേൾക്കുന്ന വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അതിനുശേഷം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്ഷമയോടെ ഫലം കൊടുക്കുന്നതായ മണ്ണ്. പ്രൈസ് ദി ലോർഡ്. എടുത്തു ചാടി ഫലം കാണിക്കുകയല്ല. പലപ്പോഴും എടുത്തുചാട്ടക്കാർക്ക് പറ്റുന്നത് ആദ്യമൊക്കെ വലിയൊരു ഫലം കാണിക്കും, പിന്നീട് അത് കുറഞ്ഞു പോകും. എന്നാൽ ചില നല്ല മണ്ണ് അല്ലെങ്കിൽ നല്ല നിലങ്ങൾ അവർക്ക് ക്ഷമയുണ്ടായിരിക്കും. അവർ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കും, അവർ ഹൃദയത്തിൽ സംഗ്രഹിക്കും. നല്ലതും തീയതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു വിചിന്തനമുണ്ടാകും. നല്ല നല്ല വിശ്വസ്തയോടുകൂടെ, സത്യസന്ധതയോടുള്ളതായ ഒരു മനോഭാവത്തോടെ ആ ദൈവവചനത്തെ അവർ ഗ്രഹിക്കും. ഗ്രഹിച്ചതിന് ശേഷം അവർ ഉള്ളിൽ സംഗ്രഹിച്ചതിന് ശേഷം അതിന്മേൽ ദൈവസന്നിധി ഉടയവന് വേണ്ടി സ്റ്റേബിളായിട്ടുള്ള ഒരു ഫലം. എപ്പോഴാണെന്നറിയാം? ലൂക്കോസ് എഴുതിയിരിക്കുന്നത് 100%. അതിനകത്ത് ഏറ്റക്കുറച്ചിലില്ല. 60-30 ഒന്നും അവിടെ എഴുതിയിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. സ്റ്റേബിളായിട്ടാണ് അവരുടെ കൊടുക്കുന്നതായ ഫലം. എപ്പോഴും സ്ഥിരമാനസനായിട്ട് അവർ ദൈവസന്നിധിയിൽ ഫലം കൊടുക്കുന്നവരായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചാഞ്ചാട്ടങ്ങൾ സംഭവിക്കുന്നത് നാം വചനത്തോടുള്ളതായ സമീപനം നമുക്ക് എങ്ങനെയുണ്ടോ അതിനനുസരിച്ചായിരിക്കും. പലപ്പോഴും കേൾക്കുന്നതായ വചനം നമ്മുടെ നല്ല മണ്ണും നല്ല വിത്തും അല്ലെങ്കിൽ നല്ല നിലവും എന്നുള്ളതായ വലിയൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നമ്മളെക്കുറിച്ച് തന്നെ നമ്മളൊരു നിബിധിയായിട്ടുള്ള ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നാം കൊടുക്കുന്നതായ ഫലത്തിൻ്റെ അളവിൽ എപ്പോഴും ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകും. സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഫലത്തിന് വ്യത്യാസമുണ്ടാകും. മറ്റുള്ളവർ കാണുന്ന ഫലത്തിന് നമ്മളുടെ ഹൃദയത്തിനും അവർ കാണുന്നതായ കാഴ്ചയ്ക്കും തമ്മിൽ അന്തരമായ വ്യത്യാസമുണ്ടാകും. ശിഷ്യന്മാർ അതാണ് പറഞ്ഞത്, ഗുരു, ഞങ്ങൾക്ക് ഈ കണക്ക് മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്കൊന്നുകൂടെ വ്യക്തമാക്കി തരണം. ഈ കണക്കുകളെ കുറിച്ച് കർത്താവ് അവർക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുത്തു. പല സാഹചര്യങ്ങളിലും നീ കൊടുക്കുന്നതായ ഫലത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാകും. ചിലപ്പോൾ നിന്നെക്കൊണ്ട് സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ കാണും. എന്നാൽ നീ വിശ്വസ്തതയുള്ളവനും നല്ല മനസ്സിനുടമയും ആരെയും ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്ന സ്വാഗതാർഹമായ ഒരു മനോഭാവം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിന്നിൽ സംഗ്രഹിച്ച് അത് ചിതറിപ്പോകാതെ അതിനെക്കുറിച്ച് വിചിന്തനം നടത്തി നല്ലതിനെ തിരഞ്ഞെടുത്ത് അതിന് ഫലം കൊടുക്കുമ്പോൾ അത് എന്നും നിലനിൽക്കുന്ന സ്ഥിരതയോടുകൂടിയുള്ളതായ ഒരു ഫലം നിന്നിൽ ഉളവാകുന്നതിനിടയായിത്തീരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ ഉണ്ടാക്കുന്ന ചാഞ്ചാട്ടം ഏതുവിധം? നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫലം ക്ഷമയോടെ കൊടുക്കുന്ന ഫലങ്ങളോ, അതോ ദ്രുതഗതിയിൽ കൊടുക്കുന്ന ഫലങ്ങളോ, അതോ ഉദാസീനതയോടെ കൊടുക്കുന്ന ഫലങ്ങളോ? നിങ്ങളുടെ ഫലത്താൽ നിങ്ങളെ തിരിച്ചറിയാം. നിങ്ങളുടെ ഫലത്താൽ നിങ്ങൾ വിളയിക്കുന്ന മണ്ണിനെക്കുറിച്ചും ആ സ്ഥലത്തെക്കുറിച്ചുമുള്ളതായ നല്ലൊരു കാഴ്ചപ്പാട് ദൈവത്തിന് ലഭിക്കുന്നതിനിടയായിത്തീരും. നിങ്ങൾ കൊടുക്കുന്ന ഫലങ്ങൾ പൂർണ്ണതയുള്ള ഫലങ്ങളാണ്. 100% എപ്പോൾ ദൈവം നോക്കിയിരുന്നാലും അതിൽ 100% കണക്കല്ലാതെ ചാഞ്ചാട്ടമുള്ള ഫലങ്ങളില്ല എന്ന് ദൈവം കാണുമ്പോൾ നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തത വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനിടയായിത്തീരും. ഇതാണ് വിതയ്ക്കുന്നവന്റെ ഉപമയിൽ നിന്ന് കർത്താവ് ലോകത്തിന് കൊടുക്കുവാൻ അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുവാൻ ഉദ്ദേശിച്ചതായ നല്ല ആലോചന. ശിഷ്യന്മാർക്ക് മനസ്സിലാകാഞ്ഞതിനാൽ കർത്താവിനോട് ചോദിച്ചത് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ഹൃദയം 100% എപ്പോഴും ഫലം കായ്ക്കുന്ന നിലങ്ങളായി തീരുന്നതിന് അവർ കാക്ഷിക്കുകയുണ്ടായി. അങ്ങനെ അരിമനാഥന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നിരുന്നാലും ശരി, അവർ കൊടുക്കുന്ന ഫലത്തിൽ അല്പം പോലും ചാഞ്ചാട്ടം പാടില്ല, അത് കുറഞ്ഞു പോകരുത് എന്നുള്ളതായ ഒരു ചിന്ത അവരെ ഭരിക്കുകയുണ്ടായി. ഈ പ്രഭാതത്തിൽ തിരുവചനം നിങ്ങളിൽ കടന്നു വരുമ്പോൾ അത് ചാഞ്ചാട്ടമുള്ള ഫലത്തിൻ്റെ തോതുകളല്ല, സ്റ്റേബിളായിട്ടുള്ള എപ്പോഴും സ്ഥിരമാനസരായി ദൈവത്തിന് എപ്പോഴും പുകഴ്ചയും മാനവും ദൈവസന്നിധിയിൽ എപ്പോഴും ആദരണീയവുമായിട്ടുള്ള ഫലങ്ങൾ കൊടുക്കുവാൻ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ദൈവം സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.